तिरुवल्ला केरलम में विकास के नए युग की शुरुआत का केंद्र बनकर उभरा है। तिरुवल्लयिले जनंगलुडे विश्वासमान വിധിയെഴുത്തിന് ഇനി 5 നാൾ. ആവേശമുയർത്തി ദേശീയ നേതാക്കൾ കേരളത്തിൽ. ഇടത് സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDFന് വിട നൽകാൻ കേരളം തയ്യാറായി എന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിന് തിരുവല്ലയിൽ നിന്ന് തുടക്കമാകുമെന്നും മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് മോദി. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെ റോഡ് ഷോ. സംസ്ഥാനത്ത് ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. LDFന് കേരളത്തിൽ RSSന്റെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയുണ്ടെന്ന് രാഹുൽ ഗാന്ധി. FCRA ബില്ലിൽ ആശങ്ക വേണ്ടെന്ന് കിരൺ റിജിജു. സോണിയയുടെ അരികിൽ പോറ്റി എങ്ങനെ എത്തിയെന്ന ചോദ്യവുമായി MA ബേബി. SDPI ബന്ധത്തിൽ കാപ്പിട്ടമേ നിന്റെ പേരോ പിണറായി എന്ന പരിഹാസവുമായി VD സതീശൻ. തൃശൂർ ഒളരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വോട്ടിന് കിറ്റ് നൽകിയതായി പരാതി. വയനാട് ഫണ്ട് വിവാദത്തിൽ CPMന്റേത് അടിസ്ഥാനരഹിത ആരോപണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സംവാദത്തിന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. പുനരധിവാസത്തിനായി 5.38 കോടി രൂപ പിരിച്ചതായി സണ്ണി ജോസഫ്. കോൺഗ്രസ് പുറത്തുവിട്ടത് കള്ളക്കണക്കെന്ന് CPM. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ. നടന്നത് ഗുരുതര കുറ്റമെന്ന് പ്രോസിക്യൂട്ടർ. ആരോഗ്യസ്ഥിതി പരിഗണിക്കണമെന്ന് പ്രതിഭാഗം. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. പീഡനക്കേസിൽ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 163 റൺസ് വിജയലക്ഷ്യം. രണ്ടാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും.